ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു നല്ല വിഷുക്കാലം കൂടി വരവായി. മാങ്ങയും ചക്കയും സുലഭമായി കിട്ടുന്ന കാലം അല്ലേ? ദാ ഇത് നമ്മുടെ സച്ചുവും പാത്തും. അവരിങ്ങനെ പറമ്പിലൂടെ നടന്ന് മാങ്ങ പൊട്ടിക്കുന്ന കണ്ടപ്പം എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നേ. ഗൃഹാതുരത്വം ഉണർത്തുന്ന നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ തിരയടിച്ചെത്തിയപ്പോൾ അറിയാതൊന്ന് കണ്ണ് നനഞ്ഞു. എന്തായാലും ഇവർ മാങ്ങ പൊട്ടിക്കുന്ന കണ്ടപ്പം ഭയങ്കര സന്തോഷം. വിഷുക്കാലമായ കുറേ നാളത്തേക്ക് മാമ്പഴ പുളിശ്ശേരി, മാങ്ങാക്കറി, കടുമാങ്ങ അച്ചാർ എന്തൊക്കെയാണ് അല്ലേ? ചക്കയാണെങ്കിലും ചക്ക അവിയൽ, ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളെ മലയാളികളെ പട്ടിണിക്കിടാത്ത രണ്ട് വിഭവങ്ങളാണല്ലോ ചക്കയും മാങ്ങയും. വിഷുവിൻ്റെ തലേനാൾ വരെ ഈ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സ്ഥാനം നമ്മുടെ അടുക്കളയിലാണെങ്കിൽ വിഷുവിൻ്റെ അന്നോ നമ്മുടെ സാക്ഷാൽ കണ്ണൻ്റെ മുന്നിൽ ഓട്ടുരുളിക്കകത്ത് അങ്ങനെ ഭംഗിയിലിരിക്കും അല്ലേ? ആ കാഴ്ച ഒരു മനോഹരം തന്നെയാണല്ലേ? എന്തായാലും ദാ ഈ കൊന്നപ്പൂവിൻ്റെ ഐശ്വര്യം പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു വിഷുക്കാലം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.